الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ ഹദീസ്, ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അതിന് അല്ലാഹു നൽകുന്ന പ്രതിഫലങ്ങളും മഹത്വങ്ങളും അതുമായി ബന്ധപ്പെട്ട ഹദീസായിരുന്നു. പ്രവാസ ലോകത്ത് മരണപ്പെട്ടാലുള്ളതിൻ്റെയും കുട്ടികൾ മരിച്ചാലുള്ളതിൻ്റെയൊക്കെ ഫضല് പറയുന്ന ഹദീസുകൾ നമ്മൾ ഓതി. ഇന്ന് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. മറ അല നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ ഫറഅ അസ്ഹാബു നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജിൽദിഹി വ നശാത്തിഹി. അതായത് നബിതങ്ങളും സ്വഹാബത്തും ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അതിലൂടെ ഒരു ചെറുപ്പക്കാരൻ പാസ് ചെയ്തു. അപ്പോൾ സ്വഹാബത്ത് നോക്കിയപ്പോൾ ആ ചെറുപ്പക്കാരന് നല്ല തടിയും ആരോഗ്യവും നല്ല വണ്ണവും നല്ല ശാരീരിക ബലവും ഒക്കെയുള്ള ആകാര വടിവുള്ള നല്ല ഒരു ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ അതിലൂടെ നടന്നുപോയി. നെഞ്ചൊക്കെ നല്ല വിരിച്ച നെഞ്ചൂക്കുള്ള നല്ല ബോഡിയുള്ള ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവാണ്. അപ്പോൾ സ്വഹാബത്ത് അയാളെ നോക്കിയിട്ട് നബിതങ്ങളോട് പറയുന്നു, യാ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ലൗകാന ഹാദാ ഫീ സബീലില്ലാ, നിങ്ങൾ കണ്ടപ്പോൾ ഈ മനുഷ്യൻ എന്ത് നല്ല തടിയും മണ്ണും ആരോഗ്യവുമുള്ള മനുഷ്യനാണ്. ഈ മനുഷ്യൻ നല്ല ശാരീരിക ശക്തിയും ബലവുമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇവനെപ്പറ്റി നബി നിങ്ങളൊന്ന് പറഞ്ഞരി. ഇവന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ എത്ര നന്നായിരുന്നു. അതിനൊന്നും വരാറില്ല, അവൻ ജിഹാദിനൊന്നും വരലേ ഇല്ല. ലൗകാന ഹാദാ ഫീ സബീലില്ലാ, ഇത്ര വലിയ തടിയും മണ്ണും ആരോഗ്യമായിട്ട് എന്ത് കാര്യമാണ്, എന്ത് കിട്ടാനാ? അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മളൊക്കെ ദീനിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, യുദ്ധം ചെയ്യാനും ജിഹാദിനൊക്കെ പോകും. ഓൻ ഈ തടി ഉണ്ട് തന്നെ ഉള്ളൂ, അതുകൊണ്ടൊന്നും ഒരു ഉപകാരവും ഇല്ല. ഓൻ ദീനിന് യുദ്ധം ചെയ്യാനും വരൂല, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിനൊന്നും വരലില്ല. എന്താ പോൻ്റെ കഥ? അപ്പം ഇത് കേട്ടപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയരുത് സ്വഹാബത്തെ, നിങ്ങൾ അങ്ങനെ പറയരുത്. ഓൻ നിങ്ങളെ കൂടെ യുദ്ധത്തിന് വരണില്ല, ജിഹാദിന് വരണില്ല എന്ന് പറഞ്ഞിട്ട് കരുതിയിട്ട് ഓനെ കൊച്ചാക്കരുത്. സംഗതിയും നല്ല തടിയും മണ്ണൊക്കെ ഉള്ള ആൾ തന്നെയാണ്, ആ ആരോഗ്യമൊന്നും ദീനിനെ ചെലവഴിക്കണില്ല എന്നല്ല ഇപ്പം ഇങ്ങനെ പറഞ്ഞ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഓൻ നേരം വെളുക്കുമ്പോൾ തന്നെ അധ്വാനിക്കാൻ പോവാണ്, പാവാണ്. ഓൻ്റെ വീട്ടിലേക്ക് ചെലവിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടി രാവിലെ തന്നെ അധ്വാനിക്കാൻ പോവാണ്. നിങ്ങൾ ഓനെ പുച്ഛിക്കരുത്, പരിഹസിക്കരുത്, അങ്ങനെ പറയരുത്. നിങ്ങൾ ഇൻ കാന ഖറജ യസ്അ അലാ വലദിഹി വുൽദിഹി സിഗാറ, ഓന് ചെറിയ പൈതമക്കളുണ്ടാവും, ഓൻ്റെ ചെറിയ കുട്ടികളെ തീറ്റിപ്പോയിട്ട് വളർത്തിയെങ്കിൽ ഓൻ തന്നെ പണിക്കോണ്ടേ, ഓന് വേറെ വരുമാനമൊന്നും ഉണ്ടാവില്ലല്ലോ. ഓൻ്റെ ചെറിയ കുട്ടികളെ തീറ്റിപ്പോയിട്ട് പരിപാലിക്കാൻ വേണ്ടി ഐറ്റങ്ങൾക്ക് അന്നം കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും തൊഴിലിന് പോകുകയാണെങ്കിൽ അതന്നെയാണ് ഈ ജിഹാദ് പറഞ്ഞത്. ഫൗവ ഫീ സബീലില്ലാ, ഓൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിൽ തന്നെയാണ്. ഓൻ ചെയ്യുന്നത് വലിയ ഇബാദത്ത് തന്നെയാണ്, അതിന് കൂലിയും പുണ്യം മഹത്വം ഒക്കെ ഉണ്ടാവും. അല്ലാതെ നിങ്ങളെ കൂടെ യുദ്ധത്തിന് വന്ന് പടപെട്ടുക എന്നതിൻ്റെ മാത്രമല്ല, ഓൻ്റെ കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ട് ഓൻ അധ്വാനിക്കാൻ പോവാണ്. ഹലാലായ ജോലി എടുത്ത് അധ്വാനിച്ചിട്ട് പോറ്റുകയാണെങ്കിൽ അത് കൂടി ഇബാദത്താണ്, അതിനും കൂലി ഉണ്ടാവും. നിങ്ങൾ എന്താ കരുതിയത്? ഞാൻ കുട്ടികളൊന്നും ഇല്ലാതെ നിൽക്കുക, ഞാൻ വയസ്സന്യം വാപ്പിക്കുണ്ടെങ്കിലോ? വൈൻകാന ഖറജ യസ്അ അല അബവൈനി ശൈഖൈനി കബീറൈൻ, വൃദ്ധരായ പ്രായത്തിലെത്തിയ വയസ്സായ അമ്മയും ബാപ്പയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ചെലവിനെടുക്കണ്ടേ? ആ അമ്മാക്കും വാപ്പാക്കും തിന്നാൻ കൊടുക്കാനും അവരെ ചികിത്സയും അവരെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ച് കൊണ്ടുവരാനാണോ പോകുന്നെങ്കിലോ? അപ്പോഴും പോകും ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമരത്തിൽ തന്നെയാണ്. അപ്പോൾ അവൻ ധർമ്മസമരത്തിൽ തന്നെയാണ്. അവനെ കുട്ടിയുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും അധ്വാനിച്ച് കൊണ്ടുവരണമെങ്കിൽ അതും ഇബാദത്താണ്. ഇനി കുട്ടികളുടെ മക്കളില്ലാതെ നിൽക്കുക, പിന്നെ പെരേലും അമ്മയും വാപ്പയൊക്കെ ഉണ്ടാവും ഈ കാരണം. അങ്ങനെ വയസ്സായ അമ്മയും വാപ്പ ഉണ്ടെങ്കിൽ അവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നതെങ്കിൽ അതും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. അപ്പം നിങ്ങൾ അങ്ങനൊന്നും പറഞ്ഞിട്ട് ഓൻ എന്താക്കണ്ട, മോശാക്കണ്ട. അവനാൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് പോലും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്. വൈൻ കാന ഖറജ അല നഫ്സിഹി അഫ്വാ ഫഹുവ ഫീ സബീലില്ലാ, ഞാനും ബാപ്പിയില്ല, ഉമ്മയില്ല, കുട്ടികളൊന്നും ഇല്ല നിൽക്കുക, എന്നാൽ തന്നെ ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടി ഇറക്കണ്ടല്ലോ, അല്ലെങ്കിൽ കക്കാൻ പോണ്ടല്ലോ. അവനാൻ്റെ തിന്നാനുള്ളത് അവനാൻ തന്നെ അധ്വാനിച്ചുണ്ടാക്കി ഒരാളോട് കൈ നീട്ടാതെ ഇറക്കാതെ കക്കാതെ മോഷ്ടിക്കാതെ ഹലാലായ രൂപത്തിൽ അധ്വാനിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണോ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആരും തീറ്റിപ്പോറ്റില്ല നിൽക്കുക. എന്നാൽ തന്നെ ശരി, അവനാൻ്റെ ജീവിതമാർഗം ഹലാലായ വഴിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അധ്വാനിക്കാൻ പോകണമെങ്കിൽ എന്നാലും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമരത്തിലാണ്. അതുകൊണ്ട് അവനൊന്നും നിങ്ങൾ അങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ല. പിന്നെ ഒരു കാര്യം, വൈൻകാന ഖറജ യസ്ആ റിയാഅൻ വ മുഫാഖറതൻ ഫഹുവ ഫീ സബീലി ശൈത്താൻ,
ഇനിയിപ്പോൾ ഓൻ അത്യാവശ്യം വരുമാനം പൈസയും പണമൊക്കെ ഉണ്ട്, പിന്നെ ഇങ്ങനെ അധ്വാനിക്കാൻ പോണത് വലിയ പൈസ ഉണ്ടാക്കി കിബറുണ്ടാക്കാനും അഹങ്കരിക്കാൻ വേണ്ടിയും ജനങ്ങൾക്ക് മുമ്പിലുള്ള പൊങ്ങച്ചത്തിനും വേണ്ടിയും കൂടുതൽ ഉണ്ടാക്കാൻ പോവാണെങ്കിൽ അപ്പോൾ ശൈത്താന മാർഗത്തിലാണ്. അതൊരു പോയിന്റാണ്. ഓന് പേരെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ വരുമാനങ്ങളുണ്ട്, പിന്നെന്തിനാണ് ഈ യുദ്ധത്തിനും വരണ്ടില്ല, ദീനിന്റെ സമരത്തിനും ജിഹാദിനൊന്നും വരാതെ പിന്നെ ഓൻ പോയി കഷ്ടപ്പെടുന്നത് പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടാണ്. അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ ഉണ്ട്, പിന്നെ അപ്പുറത്തൊരു കൂടി ഒരു വലിയ ബമ്മാളം ഒരു പരം കൂടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ വേറെ വണ്ടി ഒന്ന് മാറ്റണം, ഒരു കമ്പനിയും കൂടി തുടങ്ങണം. ഇങ്ങനെ ഫഹർ മരിക്കാൻ വേണ്ടിയിട്ടും അഹങ്കാരത്തിന് വേണ്ടി പൊങ്ങച്ചത്തിന് വേണ്ടി കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നല്ല, ഒന്നാം നമ്പർ ശൈത്താന്റെ റൂട്ടിലാണ്. അത് വേറെ വിഷയം. ഇതും നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇവിടെ നമുക്ക് രണ്ട് പാടുണ്ട്. നബിതങ്ങൾ പറയാണ്, അന്റെ പെണ്ണുങ്ങളെ തൊള്ളേക്ക് ഒരു ഉരുള കൊടുക്കുകയാണെങ്കിൽ അതിന് പോലും കൂലിയുണ്ട്, അതുപോലും സ്വതക്കയാണ്. അപ്പൊ നമ്മളെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന അധ്വാനങ്ങൾ, ജോലി, തൊഴിൽ, അതൊക്കെ ഇബാദത്ത് തന്നെയാണ്. അതിന്റെ ഇടയിൽ കൂടെ പിന്നെ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആരെ കുട്ടികളെ നോക്കുക? അപ്പൊ അതൊക്കെ നീയത്ത് നന്നാക്കി, ഇതൊക്കെ ഇബാദത്തും വലിയ പുണ്യവും വലിയ പ്രതിഫലം കിട്ടുന്ന സംഗതിയാണ്. നേരെ മറിച്ച് കുടുംബം പോറ്റാനൊന്നും അല്ല, പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിലോ അപ്പോൾ ശൈത്താന മാർഗത്തിലാണ്. ഇമാം തുബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്താണ്. അപ്പോൾ മിക്കവാറും നമുക്കറിയാം, ഇന്ന് പൊങ്ങച്ചമല്ല, അവനാൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള നടത്തത്തിന് വേണ്ടി പൈസ വേണ്ടി വരും. അപ്പം അതിന് വേണ്ടി അധ്വാനിക്കേണ്ടി വരും, ഗൾഫ് പോകേണ്ടി വരും. അതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിൽ പെട്ടത് തന്നെയാണ്. ഇപ്പം ഇന്നലെ ജനുവരി 9 ജനുവരി 9 ഇന്ത്യയിൽ എന്താണെന്നറിയോ, ഒരു പ്രവാസി ഭാരതീയ ദിൻ എന്ന് പറഞ്ഞൊരു ദിവസം ആചരിക്കുന്നുണ്ട് ഇന്ത്യ രാജ്യത്ത്. എല്ലാ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിൻ, പ്രധാനമന്ത്രിയുടെ പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ടാവും. അതായത് പ്രവാസികളുടെ ത്യാഗങ്ങൾ, പ്രവാസികൾ ഇന്ത്യൻ്റെ പുറത്തു പോയി ജോലി ചെയ്യുന്ന പ്രവാസികൾ ചെയ്യുന്ന സേവനങ്ങൾ അത് അനുസ്മരിക്കാനും, പ്രവാസികളുടെ ഗൾഫുകാരുടെ ജീവിത ഐശ്വര്യങ്ങൾ, ക്ഷേമ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായാൽ ഈ പ്രവാസി ഭാരതീയ ദിൻ, ഗൾഫുകാർക്ക് മാത്രമായിട്ടുള്ള, പ്രവാസികൾക്ക് മാത്രമായിട്ടുള്ള അവരെ കാര്യങ്ങൾ, അവരെ ക്ഷേമങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, ബോധവൽക്കരിക്കാനൊക്കെ ഒരു ദിനം ജനുവരി 9 ഇന്നലെ ആചരിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന ആളുകൾ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു 4 കുട്ടികൾ മരണപ്പെട്ടു ഗൾഫിൽ വെച്ച്. ഗൾഫ് മരിച്ചതിൻ്റെ പുണ്യം വേറെ, കുട്ടികളെ മരിച്ചതിൻ്റെ പുണ്യം വേറെ. പ്രവാസ ലോകത്ത് അധ്വാനിക്കുന്ന ആളുകൾ നാടും വീടും കുടുംബവും ഒക്കെ വിട്ട് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന മഹത്വം അത് വേറെ. അതും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം തന്നെയാണ്. ഈ ഹദീത്തൊക്കെ മനസ്സിലാക്കുമ്പോൾ ഒരു വ്യക്തിയെ നമുക്ക് പുച്ഛിക്കാനേ കഴിയില്ല. നമ്മൾ പള്ളിക്കോ മദ്രസക്കോ 10 റുപ്യ കൊടുക്കുമ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആളും അവൻ കൊടുക്കാത്ത ആളുമായിട്ട് അവനെ നമ്മൾ മോശമായി ചിത്രീകരിക്കും. അവന് അവൻ്റെതായ കാര്യങ്ങളും ചുറ്റുപാടുകളൊക്കെ ഉണ്ടെങ്കിലോ നമ്മൾ കൊടുത്ത സ്വതക്കയേക്കാൾ പുണ്യം ഒരുപക്ഷെ അവൻ നൽകി കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളായിരിക്കും. നമ്മൾ പള്ളീൻ്റെ കാര്യത്തിന്, മദ്രസിൻ്റെ കാര്യത്തിന് വണ്ടിപ്പാഞ്ഞ് ഓടിപ്പാഞ്ഞ് കഷ്ടപ്പെടുന്നു, ഓനൊന്നും ചെയ്യണില്ല എന്ന് കരുതിയിട്ട് അവരെ മോശമാക്കാൻ പറ്റൂല. പലരും വയസ്സാമ്യം വാപ്പയ്ക്കുണ്ടെങ്കിൽ ഐറ്റങ്ങളും മരുന്ന് വാങ്ങാനും അവരെ ആശുപത്രി കൊണ്ടുപോകാനും അതിനു വേണ്ടിയാണ് അവൻ ഓടി നടക്കണമെങ്കിൽ നീ പള്ളിയിൽ പോകുന്നതിനേക്കാൾ കൂലി ഒരുപക്ഷെ അള്ളാഹു കൊടുത്തേക്കാം. അപ്പം അതാണ് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ പറയുന്നത്. ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഓരോ ആളുകളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നടക്കുകയാണെങ്കിൽ, കുട്ടികളോ മക്കളോ ഭാര്യയോ ഉമ്മയോ ബാപ്പയോ ആരാവട്ടെ, അതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്. അതൊക്കെയും ജിഹാദാണ്. അതിനൊക്കെ പ്രതിഫലം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരാൾക്കും എന്ത് ചെയ്യണ്ട, അതിനൊന്നും വിഷമം ഉണ്ടാവേണ്ട ആവശ്യമില്ല. പക്ഷെ എന്ത് ചെയ്യണം, അപ്പോഴൊക്കെ നെയ്യത്ത് ഒന്ന് റൂട്ട് ക്ലിയറാക്കി കൊടുത്താൽ മതി. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ പണിയെടുക്കുന്നില്ല, അതിൻ്റെ കൂലുണ്ടാവും. പക്ഷെ നമ്മളതിന് എന്ത് ചെയ്യുക, നെയ്യത്ത് വെക്കുക. നമുക്കൊരാളോട് യാചിക്കുക വളരെ മോശമാണ്. മറ്റൊരാളെ സഹായം, അൽ യദുൽ ഉൽയ ഖൈറും മിനസ് സുഫ്ല, എപ്പോഴും ഉയർന്നു നിൽക്കുന്ന കൈയാണ് താന്ന കൈയിനേക്കാൾ നല്ലത്. വാങ്ങാൻ ഇങ്ങനെ കൈ പിടിക്കുക, കൊടുക്കാൻ ഇങ്ങനെ. അപ്പോൾ വാങ്ങുന്ന കൈയിനേക്കാൾ ഏറ്റവും ഉത്തമം കൊടുക്കുന്ന കൈ തന്നെയാണെന്ന് നബിയുനാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ചോദിക്കുക എന്ന് പറഞ്ഞത് ഇസ്ലാം തീരെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, വളരെ നിരുത്സാഹപ്പെടുത്തിയ സംഗതിയാണ്. മറ്റുള്ളവരുടെ ഔദാര്യം പറ്റി ജീവിക്കുക എന്നുള്ളത് വളരെ മോശമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരിക്കലും ചോദിക്കാനേ പാടില്ല, ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടാനേ പാടില്ല. അപ്പം അങ്ങനെ കൈ നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രായമായ ആരും ചിലപ്പോൾ എന്ത് ചെയ്യും, അധ്വാനിക്കാൻ പോകും. ചില വാപ്പാരൊക്കെ ഉണ്ടാവും, എങ്ങനെ മക്കളോടാണെങ്കിൽ പോലും ചോദിക്കുക എന്ന് കരുതിയിട്ടാണ്
ചില വാപ്പാർ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പണിക്ക് പോകുന്നുണ്ടാവുക. അത് ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക്. ഈ വയസ്സുകാലത്ത് എന്തിനും അധ്വാനിക്കണം തോന്നും. ഒന്നും ഉണ്ടായിട്ടല്ല, മക്കൾ ചോദിച്ചാൽ തരുമൊക്കെ ചെയ്യും. പക്ഷെ എങ്ങനെ ചോദിക്കുക എന്ന ഇപ്പത്ത് കരുതല്ലോ, അതുപോലും അവരുടെ ആ ഒരു പിന്നെ അവർക്കത് ഉൾക്കൊള്ളാൻ പോലും കഴിയൂല. സംഗതി സ്വന്തം മക്കളാണെങ്കിലും അവരോട് ചോദിക്കുക എന്നുള്ളത് അവർക്ക് ഭയങ്കര വിഷമായിരിക്കും. അവരുടെ അഭിമാനം അതിന് സമ്മതിക്കൂല. അതിന് പോലും കൂലിയും അതിന് പോലും വലിയ പ്രതിഫലവും കിട്ടുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഗതി മക്കളോട് ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല. മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് കൊടുത്ത അയാതായി മാറി. പക്ഷെ മക്കൾക്ക് കൊടുത്താൽ തിരിച്ചെടുക്കാന്നാണ്. അത് ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും മാത്രം പ്രത്യേകത ഇസ്ലാമിലുള്ള. ഇപ്പൊ ഞാൻ എൻ്റെ മകൻക്ക് ഒരു പറമ്പ് എഴുതി കൊടുത്തു, ഒരു 10 സെന്റ് കൊടുത്തു മകൻക്കോ മകൾക്കോ. പിന്നെ ഞാൻ കുറെ കൊല്ലം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാണ് അത് ഞാൻ തന്നെ തിരിച്ചെടുത്തു പറഞ്ഞാൽ എൻ്റെ തന്നെ ആയി. നേരെ മറിച്ച് ഞാൻ പള്ളിക്ക് കൊടുത്തതിൻ്റെ ശേഷം മദ്രസക്ക് കൊടുത്തു, അതിന് വേറെ പാവപ്പെട്ടാക്ക് 10,000 കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ കൊണ്ട ഞാൻ തിരിച്ചെടുത്തിട്ട് കാര്യമില്ല, കൊടുക്കലോട് കൂടെ ഓൽതായി മാറി. പിന്നെ നിന്റെ അവകാശം ഫുള്ള് വിട്ടു. നേരെ മറിച്ച് നമ്മളെ മക്കൾക്ക് എന്ത് മുതൽ കൊടുത്താലും ഇസ്ലാമിൽ ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ തിരിച്ചെടുത്തു പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ടേൺഡ് ടു ഹിം, അവരിലേക്ക് തന്നെ മടങ്ങുന്ന. അത് ഉമ്മാനി പാപ്പാനി മാത്രം പ്രത്യേകത. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവനവൻ്റെ തോട്ടത്തിൽ കുത്തുകയാണെങ്കിൽ പോലും അതുപോലും ഇബാദത്താണ്. അതാണ് ഈ ഹദീസിലുള്ളത്. ഇമാം തുബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഫഹുവ ഫീ സബീലില്ലാഹ്. ഇത് കേൾക്കുമ്പോൾ സ്വഹാബത്തിന് ഉൾക്കൊള്ളാൻ പറ്റി. മറ്റവരെ മനസ്സിലൊക്കെ ആ മനുഷ്യനോട്, ആ ആരോഗ്യവാനായ മനുഷ്യനോട് പുച്ഛായിരുന്നു. ഓനൊന്നും വർക്ക് ചെയ്യണില്ല, ഒന്നിനും കിട്ടൂല, അങ്ങനെയൊക്കെ ചില ആൾക്കാർ പറയും. ചില ആൾക്കാർ വലിയ പൈസ ഉണ്ടായിട്ടെന്താ കാര്യം, ഒന്നും കൊടുക്കൂല എന്ന് പറയും. ഒരുപക്ഷെ അവർ രഹസ്യമായി കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? ഓൻ കുറെ പൈസ ഉണ്ടായിട്ട് നമ്മുടെ ഓൻ്റെ അത്ര വരുമാനം വേറെ ആർക്കും ഇല്ല, പക്ഷെ 5 പൈസ കൊടുക്കൂല. നമ്മളെ വിലയിരുത്തലാണ്. നമ്മളങ്ങനെയൊക്കെ വിലയിരുത്തും, കൊടുക്കൂല എന്നൊക്കെ നമ്മൾ പറയും. ഏതാവട്ടെ, പിന്നെ ഈ അടുത്ത് ഇതേപോലെ ജനങ്ങളൊക്കെ പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു. പക്ഷെ ആ വ്യക്തിയുടെ കീഴിൽ 3-4 മദ്രസകളും പള്ളികളൊക്കെ നിർമ്മിക്കപ്പെട്ടത് പിന്നീട് ഞാൻ അറിഞ്ഞു. നാട്ടുകാരൊക്കെ അയാളെ പറ്റി പറയുന്നത് അയാൾ ഭയങ്കര ഇറക്കനാണ്, പിശുക്കനാണ്, കൊടുക്കാത്ത ആളാണ്. പിന്നെ മറ്റൊരു നാട്ടിലേക്ക് പോയപ്പം പറഞ്ഞു അത് ഇന്ന ആളാണ് ഈ മദ്രസ ഉണ്ടാക്കി തന്നത്. കൊടുക്കുമ്പോൾ തന്നെ അയാൾ പറഞ്ഞു, ഞാനും നിങ്ങളും അല്ലാതെ ഒരു മഹ്ലൂക്കും ഒരു സൃഷ്ടിയും ഇതറിയരുത്. നാട്ടിലൊരാളറിയില്ല. ഇതാണ് രഹസ്യമായി കൊടുക്കുന്ന സ്വതക്കാരന്. വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയാത്ത വിധം അതീവ രഹസ്യമായി കൊടുത്ത അർഷിൻ്റെ നീലുണ്ട് എന്നാ. നമ്മൾ കൊടുത്ത എല്ലാവരും അറിയും, അതാണ് വിഷയം. അപ്പോൾ ആരും അറിയാതെ, ഒരു മനുഷ്യൻ പോലും അറിയാത്ത കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കൊടുക്കുന്ന മനുഷ്യനാണെങ്കിലോ നമ്മൾ പറഞ്ഞ വാക്കോടെ ബാക്കിയാവും. അപ്പൊ സ്വഹാബത്തിന്റെ ഈ കമന്റ്സ്, സ്വഹാബത്തിന്റെ ഈ വർത്താനം, അപ്പോഴേക്ക് നബി തങ്ങൾ അത് കൗണ്ടർ ചെയ്തിട്ട് പറഞ്ഞു, അങ്ങനെ പറയരുത്. അവന്റെ പ്രവർത്തനങ്ങൾ ഉമ്മാക്ക് വേണ്ടിയോ ബാപ്പാക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ ഇനി അവനാന് തന്നെ യാചിക്കാതെ സ്വന്തം തിന്നാൻ വേണ്ടിയുള്ള മാർഗത്തിന് വേണ്ടിയാണെങ്കിൽ അള്ളാഹിന്റെ മാർഗത്തിലുള്ളത് സമരം തന്നെയാണ്, അതൊക്കെ ജിഹാദ് തന്നെയാണ്, അതൊക്കെ ഇബാദത്ത് തന്നെയാണ്. ആക്ഷേപിക്കരുത്. അള്ളാഹു തആല ഇത്തരം കാര്യങ്ങൾക്ക് മനസ്സിലാക്കാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമയായി ജീവിക്കാനും നമ്മളൊക്കെ നഫ്സ്, നാവ്, കണ്ണുകളൊക്കെ നിയന്ത്രിച്ച് തഖ്വയോടുകൂടെ ജീവിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.